ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ടി വി ചാനലുകൾ നമുക്ക് സ്മാർട്ട് ടിവിയിൽ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ വന്ന പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് ജിയോ ടി വി നമുക്ക് നേരിട്ട് തന്നെ സ്മാർട്ട് ടിവിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കാണാം എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ ഒരു പ്രശ്നമുണ്ട്, അത് കാണിച്ചു തരാം. അതായത് നമുക്കിപ്പോൾ ജിയോ ടി വി പ്ലസ് എന്നൊരു ആപ്ലിക്കേഷൻ സ്മാർട്ട് ടി വിക്ക് വേണ്ടി അവർ ഇറക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമുക്ക് ജിയോ ടി വി എന്നുള്ളത് നമുക്ക് സ്മാർട്ട് ടിവിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൊടി ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജിയോ ടി വി പ്ലസ് എന്നൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ആദ്യം തന്നെ അവർ കാണിക്കുന്നത് നമ്മുടെ ജിയോ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ജിയോ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒ ടി പി അവർ ചോദിക്കുന്നുണ്ട്. ഒ ടി പി വഴിയാണ് ഇതിന്റെ കണക്ഷൻ റെഡിയാക്കുന്നത്. അങ്ങനെ നമുക്ക് ഒ ടി പി കൊടുക്കാം. പക്ഷെ എന്നാൽ കണ്ടില്ലേ, ഇതാണ് പ്രശ്നം. അതായത് നമ്മൾ ജിയോ ഫൈബർ കണക്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ നമ്പർ വെച്ച് നമ്മൾ ജിയോ ഫൈബറിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ജിയോ ടി വി പ്ലസ് എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ സ്മാർട്ട് ടിവിയിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ലൈവായിട്ട് തന്നെ ഈ ഒരു ലൈവ് ചാനൽസ് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ ഒരു ജിയോ ടി വി ആപ്ലിക്കേഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിയോ ഫൈബർ കണക്ഷൻ എടുക്കേണ്ടി തന്നെ വരും. ജിയോ ടി വി ഫൈബർ കണക്ഷൻ എടുക്കാനാണെങ്കിൽ തന്നെ നമ്മൾ മൊബൈലിന്റെ അകത്തോടെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് സ്കാൻ ചെയ്യാനായിട്ട്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 50 രൂപ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ വേറെ എമൗണ്ട് ചാർജസ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഫൈബർ കണക്ഷൻ ആണെങ്കിൽ പോലും കിട്ടിയാൽ കിട്ടി എന്നുള്ള അവസ്ഥയിലൊക്കെയാണ്. പലയിടത്തും നല്ല സർവീസ് കിട്ടുന്നതുകൊണ്ട് മോശം സർവീസ് കിട്ടുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ജിയോ ടി വി പ്ലസ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈബർ കണക്ഷൻ വേണമെന്നാണ് അംബാനി വക പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും നമുക്ക് ഈ ഒരു രീതിയിലൊന്നും നമുക്കിപ്പം ജിയോ ടി വി നമുക്ക് ആക്സസ് ചെയ്ത് കാണാൻ സാധിക്കില്ല. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ലൈവ് ചാനൽസ് ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലൈവ് ആയിട്ട് നമുക്ക് ടി വി ചാനൽസ് കാണാനുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമുക്ക് കൊടി ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ജിയോ ടി വി കാണാമെന്നുള്ളതാണ്. ഏതായാലും പറഞ്ഞധികം നീട്ടുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ആ ഒരു മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2 ഫയൽ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്കിപ്പോൾ നമ്മുടെ കൊടി ആപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സാധാരണ ആൾക്കാർ APK ഫയലായിട്ടൊക്കെ നിങ്ങൾക്കൊരു വെളിയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പെൻഡ്രൈവ് യൂസ് ചെയ്തൊക്കെ നമ്മൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൈവസി ബാധിക്കും. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് തന്നെ ഡേഞ്ചർ ആണ്. കാര്യം ആ ഒരു ഫയൽ എന്ന് പറയുന്നത് വൈറസ് കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ടി വിയെ തന്നെ അത്യാവശ്യം മൊത്തത്തിൽ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള APK ഫയൽസ് ഒന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കൊടി ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിക്കുക. ഇവിടെ ഇപ്പം നമ്മൾ കൊടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷനിലേക്ക് വരിക. അവിടെ നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നമുക്ക് കൊടി ആപ്ലിക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വോയിസ് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു കൊടി ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഇനി ഓപ്പൺ ആക്കുകയല്ല വേണ്ടത്. ഇനി നമ്മൾ ബാക്കിലേക്ക് പോവുക. നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഫോണിൻ്റെ അകത്ത് നമുക്ക് 2 ഫയൽസ് നമുക്ക് ടി വിയിലേക്ക് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് സെൻഡ് ഫയൽസ് ടു ടി വി എന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് സെൻഡ് ഫയൽസ് ടു ടി വി എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ടി വിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 2 സിപ്പ് ഫയൽ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു 2 സിപ്പ് ഫയൽ നമ്മുടെ ഫോണിൽ നിന്നും ഈ ഒരു സ്മാർട്ട് ടിവിയിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു 2 സിപ്പ് ഫയലിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു 2 ഫയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ടിവിയിലേക്ക് നമുക്ക് ഒരു ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഈ ടി വിയിലും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലും നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ സ്കിപ്പ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൺ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോകുന്നതാണ്. അതുപോലെ നമുക്ക് ഇത് ആക്സസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നമ്മുടെ ഫയൽസ് കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അലോ കൊടുക്കുക. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പെർമിഷന്റെ അവിടെ നമുക്ക് ഒരു ഫയൽസ് ആൻഡ് മീഡിയ ഏതാണ് കൊടുക്കുന്നത്, അലോ മാനേജ്മെന്റ് ഓൾ ഫയൽസ് എന്നുള്ളത് നമുക്ക് ഓൺ ആക്കി കൊടുക്കുക. ഇവിടെ അലോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് തന്നെ ഉണ്ട്.
ഇതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്തല്ലേ ഡണ്ണ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫയൽസിൽ നിന്നുള്ള ആക്സസ് കൊടുക്കുക. അതിലെല്ലാം അലോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോ ആക്സസ് മാനേജ് ഓൾ ഫയൽസ് കൊടുക്കുക. എങ്കിൽ നമുക്ക് എല്ലാ ഫയൽസും നമുക്ക് ഇതിലേക്ക് ഷെയർ ചെയ്യാണ്ട് പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ സെൻഡ്, അതായത് സ്മാർട്ട് ഫോണിൽ നമ്മൾ സെൻഡ് ഓപ്ഷനും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ടി വിയിലാണെന്നുണ്ടെങ്കിൽ റിസീവ് ഓപ്ഷനുമാണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് സ്മാർട്ട് ടി വിയിലാണ് റിസീവ് ഓപ്ഷനിലേക്ക് താഴെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഓക്കെ എന്ന് മേടിക്കേണ്ട. ഇവിടെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഏത് ഫയൽസ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുള്ളത്, നമ്മൾ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ 2 ഫയൽസ് ആണ് എടുക്കുന്നത്. അത് നമ്മൾ ഒരു സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫയൽസും ക്ലിക്ക് ചെയ്ത് നമുക്ക് ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി വിയുടെ ആ ഒരു ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനിലേക്കുള്ളത്. ഇവിടെ അവരുടെ ഒരു ഡൊണേഷന്റെ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ നോക്കേണ്ട, ബാക്ക് അടിച്ച് വിടുക. അപ്പോൾ നമ്മളിവിടെ ആ ഒരു 2 ഫയൽസും സക്സീഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് സ്മാർട്ട് ഫോണിൽ നിന്നും നമുക്ക് ആ ഒരു 2 ഫയൽ നമ്മുടെ സ്മാർട്ട് ടി വിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എക്സിറ്റ് അടിച്ചു പോകാം. നമുക്കിനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കൊടി ആപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്. കൊടി ആപ്ലിക്കേഷൻ പോകാനായിട്ട് നമ്മൾ ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്പ് നമ്മൾ നോക്കുകയാണ്. അതായത് നമ്മളിവിടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോവുക. നമ്മൾ ഇവിടെ താഴെ സെറ്റിംഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിനകത്ത് ആപ്സ് വരുന്നുണ്ട്. ആപ്സ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു കൊടി ആപ്ലിക്കേഷന്റെ ആ ഒരു ലിസ്റ്റ് നോക്കുക. ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സി ഓൾ ആപ്സ് എടുക്കുക. അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടി ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു കൊടി ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനേറ്റവും താഴോട്ട് പോവുക. പെർമിഷൻ നോക്കുക. പെർമിഷനകത്ത് ഇവിടെ ഫയൽസ് ആൻഡ് മീഡിയ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫയൽസ് ആൻഡ് മീഡിയയിൽ അലോ മാനേജ്മെന്റ് ഓൾ ഫയൽസ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ അലോ കൊടുക്കുക. അതിനുശേഷം തിരിച്ച് നമ്മുടെ ആ ഒരു കൊടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച കൊടി ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൊടി ആപ്ലിക്കേഷൻ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആയതുകൊണ്ട് ഇതാണ് ഇതിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇനി നമ്മൾ നേരെ പോകേണ്ടത് സെറ്റിംഗ്സിലേക്കാണ്. ഈ മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സിസ്റ്റം എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിസ്റ്റത്തിലേക്ക് പോവുക. താഴെ നമുക്ക് ആഡ് ഓൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആഡ് ഓൺസിൽ ചെന്നതിന് ശേഷം നമുക്ക് ഇവിടെ അക്നോൺ സോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ അത് അലോ ചെയ്ത് കൊടുക്കുക. താഴെ നമ്മളിവിടെ എസ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു എക്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫയൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു കൊടി ആപ്ലിക്കേഷൻ നമുക്ക് അക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സിലേക്ക് തന്നെ വരിക. അവിടെ നമ്മൾ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ആഡ് ഓൺസ് എടുക്കുക. ഇവിടെ നമുക്കിവിടെ ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ, ഇൻസ്റ്റാൾ ഫ്രം റെപ്പോസിറ്ററി ഇങ്ങനെ കാണാവുന്നതാണ്. ഈ ഒരു ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റോറേജ് ആ നമ്മുടെ ആ ഒരു ഫോണിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫയൽ സ്റ്റോറേജിലേക്കാണ്, നമ്മുടെ സ്മാർട്ട് ടി വിയുടെ സ്റ്റോറേജിലേക്കാണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് എടുക്കുക. നിങ്ങളുടെ ഏതാണോ സ്മാർട്ട് ടി വി അതിൽ പല ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു എക്സ്റ്റേണൽ സോഴ്സ് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ജിയോ ടി വി റിബൽ ഡോട്ട് സിപ്പ് എന്ന ആദ്യത്തെ ഈ ഒരു ഫയൽ നമുക്ക് എടുക്കാം. ഏതായാലും ഫെയിൽഡ് ടു ഇൻസ്റ്റാൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും അത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ തന്നെ ആദ്യം എടുക്കുക. വീണ്ടും എക്സ്റ്റേണൽ സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഡൗൺലോഡ് ഓപ്ഷൻ. നമ്മൾ ആദ്യത്തെ പഴയതുപോലെ തന്നെ ഇവിടെ റെപ്പോസിറ്ററി ഡോട്ട് ജസ്റ്റ് ജെഎസ് റിബൽ ഡോട്ട് സിപ്പ് എന്ന ഈ ഒരു ഫയൽ നമുക്ക് ആദ്യം എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ഫ്രം സിപ്പ് ഫയൽ എടുക്കുക. അതിനുശേഷം എക്സ്റ്റേണൽ സ്റ്റോറേജ് എടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ എടുക്കുക. പിന്നെ ജിയോ ടി വി റിബൽ ഡോട്ട് സിപ്പ് എന്ന ഈ ഒരു ഫയൽ ഒന്നുകൂടെ നമുക്കൊന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏതായാലും ആ ഒരു ജിയോ ടി വിയുടെ ആ ഒരു സിപ്പ് ഫയൽ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അതിനായിട്ട് ഒരു കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ട്. അതായത് ആ ഒരു ഫയൽ ഇവിടെ ആഡ് ഓൺ ആയിട്ട് വരാനുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ആഡ് ഓൺ ആകാനുണ്ട്. അതിനുവേണ്ടി ഒരു കുറച്ച് ടൈം ടൈം എടുക്കുന്നതാണ്. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ജിയോ ടി വി ആഡ് ഓൺ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെന്ന് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിലേക്ക് പോവുക. അതിനുശേഷം നമ്മളിവിടെ താഴോട്ട് വരിക. താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഓൺസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആഡ് ഓൺസിന്റെ തൊട്ട് സൈഡിൽ തന്നെ ജിയോ ടി വി നമ്മളിവിടെ ആയിട്ടുണ്ട്. ആ ഒരു ഫയൽ ആഡ് ഓൺസ് ഇവിടെ ആയിട്ടുണ്ട്. അതിൽ ലോങ് പ്രസ് ക്ലിക്ക് ചെയ്യുക. അതായത് ലോങ് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണുന്നതാണ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ. ആ ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു സെറ്റപ്പ് കാണുന്നതാണ്. ഈ ഒരു സെറ്റപ്പ് ചെന്നതിന് ശേഷം ജനറേറ്റ് പ്ലേലിസ്റ്റ് ഓൺ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതായത് ഓഫ് മോഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ആക്സസ് ചെയ്യാനായിട്ട് ഓൺ മോഡിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ യൂസ് ദ ചാനൽ API 3.0 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതും ഓൺ പൊസിഷനിലേക്ക് വെക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും ഈ ജിയോ ടി വി തന്നെ നമ്മൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. അക്കൗണ്ട് സെഷൻ എടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യാനുണ്ട്. ലോഗിൻ സെഷൻ നമ്മൾ ആ ഒരു ജിയോ നമ്പർ വെച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതിനായിട്ട് ലോഗിൻ ഓപ്ഷൻ കൊടുക്കുക.
അതിനുശേഷം ഇവിടെ കീബോർഡ് ആണ് വെബ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് കീബോർഡ് ആണ് വേണ്ടത്, കീബോർഡ് എടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ലോഗിൻ ടൈപ്പ് OTP ആണോ പാസ്വേഡ് ആണോ, നമുക്ക് OTP ആണ് വേണ്ടത്, OTP കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ജിയോ നമ്പർ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഡണ്ണ് കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ OTP വരുന്നതാണ്. അപ്പൊ നമ്മുടെ മൊബൈലിൽ വന്ന ആ ഒരു OTP കാര്യങ്ങൾ ഇവിടെ നമ്മൾ കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ OTP കൊടുത്തിട്ടുണ്ട്. ഇനി ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ലോഗിൻ സക്സസ് ആയിട്ടുണ്ട്. ഏതായാലും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അതായത് ഇനിയും വാച്ച് ചെയ്യുക. നമുക്ക് ഇനിയും വേണ്ടത് നമുക്ക് ഈ ഒരു ജിയോ TV തന്നെ ലോങ് പ്രസ് ക്ലിക്ക് ചെയ്യുക. അതിന്റെ നമുക്ക് സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ നമുക്ക് സെറ്റപ്പിൽ തന്നെ കാണാവുന്നതാണ് സെറ്റപ്പ് സിമ്പിൾ IPTV PVR എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ S എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ IPTV ഇവിടെ ക്ലയന്റ്, അതായത് IPTV നമുക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ടൈം എടുക്കുന്നതാണ്, അതുവരെ വെയിറ്റ് ചെയ്യുക. ഏതായാലും നമ്മുടെ IPTV കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് ടൈം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് ഇവിടെ ജിയോ TV നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിപ്പോൾ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ, നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെയാണോ സെലക്ട് ചെയ്യാനോ, ലാംഗ്വേജ് എടുക്കാം. ആ ലാംഗ്വേജ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഏതാണ് മലയാളം നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, നമ്മളിവിടെ പല ലാംഗ്വേജ് ഉണ്ട്. അതിലെ മലയാളം നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് മലയാളത്തിലെ ചാനൽസ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ ചാനൽസും ഇല്ല, അതായത് സ്റ്റാർ ചാനൽസിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒഴികെ ബാക്കി സ്റ്റാർ ചാനൽസ് ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചാനൽസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ IPTVR എല്ലാം 100% ആയിട്ടുണ്ട്. അതായത് 100% ആയതിനു ശേഷം മാത്രം നമുക്ക് ഈ ഒരു ചാനൽസ് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ചാനൽസ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല, കാര്യം ഇതിനകത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു കൊടി ആപ്ലിക്കേഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ബാൻ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് സാധിക്കുകയില്ല, കാര്യം വീണ്ടും ഒരു ബാൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽസ് നമുക്ക് ഇവിടെ ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം ബ്ലർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മഴ മനോരമ HD ചാനലുണ്ട്. ആ ഒരു HD ചാനലിന്റെ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെയുള്ള ചാനൽസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കാര്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തതിന്റെ ഒരു മെയിൻ വിഷയം ഈ ഒരു ബാൻ കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ജിയോ TV കൊടി ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ TV സ്മാർട്ട് TV ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജിയോയുടെ മൊബൈൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ ജിയോ TV നമുക്ക് സ്മാർട്ട് TVയിൽ കാണാൻ സാധിക്കുന്നതാണ്. സാധാരണ നമുക്ക് ജിയോ TV ഒരിക്കലും ഒരു സ്മാർട്ട് TVയിൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടെ പോവുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.